ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് നിങ്ങൾ തമ്മിലും കാണലൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ ആക്ച്വലി ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് നമ്മളൊരു മൊബൈൽ വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പാക്കേജിങ് കാണലൊക്കെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാമാർട്ടിൽ നമുക്കിപ്പോൾ മൊബൈൽ ഫോണും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്, ഡിപ്പെൻഡ്സ് അപ്പോൺ ലൊക്കേഷൻ. ഇപ്പോൾ എൻ്റെ വീട് തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം മൊബൈൽസും അങ്ങനെ അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. എറണാകുളത്തെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ മൊബൈൽ ബ്രാൻഡുകളും മിക്ക എല്ലാ സാധനങ്ങളും നമുക്ക് ഇൻസ്റ്റാമാർട്ടിലുണ്ട്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ചൊക്കെ ഉള്ളൂ. ഇപ്പോൾ OnePlus, നത്തിങ്ങിൻ്റെ ഒക്കെ ചില സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിച്ചിരിക്കുന്നത് നത്തിങ്ങിൻ്റെ OnePlusൻ്റെ Nord 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 30,000 റേഞ്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ തന്നെ ഇപ്പോഴും വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത് നമ്മുടെ Redmi Note 15 ഒക്കെ ഉണ്ടല്ലോ, നല്ല കൂതറ സാധനം ഉണ്ടാവും. വെറുതെ പൊക്കി വിട്ടിട്ട് ഇപ്പോൾ സ്കാം കൊറോണത്തിന് കാശ് കൊടുത്തിട്ട് കൊറോണ പൊക്കി വിടുന്ന ഇടിവെട്ട് സാധനം എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. നല്ല ഇടിവെട്ട് കൂതറ സാധനമാണ്. നിങ്ങൾക്ക് ആമസോണിൽ കുറച്ച് പേര് വാങ്ങിച്ചവരൊക്കെ അവർ റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. നോക്കി നോക്കാം, നല്ല തല്ലിപ്പൊളി സാധനം ഉണ്ട്. വെറുതെ 30,000 കൊടുത്താൽ സാധനം ഒന്നും വാങ്ങിക്കരുത് കേട്ടോ. നല്ല വൃത്തിയായിട്ട സാധനമാണ്. വെറുതെ ഒരു ഫേക്ക് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ഞാൻ അതിന് മുമ്പ് നമ്മുടെ മോട്ടോറോളയുടെ Edge 17 പറഞ്ഞിട്ടുണ്ടായിരുന്നു 30,000 രൂപയ്ക്ക്. അത് നമ്മൾ ചിലപ്പോൾ സോൾഡായി. നമ്മൾ വീഡിയോ ഇട്ട് ഒന്ന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അത് അപ്പോൾ തന്നെ 2 ദിവസം മുമ്പ് തന്നെ സോൾഡായിട്ടുണ്ട്. നമുക്കത് കൊറിയർ ചെയ്യാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുറേ പേരെ നമ്മളോട് ചോദിക്കുന്നു OnePlusൻ്റെ വീഡിയോ ചെയ്യാൻ, അതുപോലെ തന്നെ OnePlusൻ്റെ നോയ്സിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനമാണ് OnePlusൻ്റെ Nord 5 ഗ്രേ കളർ മാത്രമേ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടി കിട്ടും. നത്തിങ്ങിൻ്റെ ഫോൺ, സാംസങ്ങിൻ്റെ ഫോൺ, അല്ലാത്ത മിക്ക എല്ലാ ഫോണുകളും ഇവരുടെ ഇതിലുണ്ട് കേട്ടോ. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരാണ്ട്. നമുക്കിപ്പോൾ ഇതെൻ്റെ പേജായിരുന്നു, ഒരു നമുക്ക് പിൻ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇൻസ്റ്റാമാർട്ടിൽ നിന്ന്. ഞാനിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഓർഡർ ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാമാർട്ടിൻ്റെ ഓർഡർ ലിസ്റ്റിൽ കാണാം. ലാസ്റ്റായിട്ട് എന്തൊന്ന് കുറയ്ക്കാം. എനിക്ക് ആക്ച്വലി അത് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് വരുന്നത് 34,000 രൂപയാണ് വിത്തൗട്ട് കാർഡ് ഓഫർ. നമുക്ക് ഇൻസ്റ്റാമാർട്ടിൽ വിത്തൗട്ട് കാർഡ് ഓഫർ തന്നെ 31,999 വിൽക്കുന്നത്. അവർ കാർഡ് ഓഫർ ഉണ്ടെങ്കിൽ എക്സ്ട്രാ 2,000 രൂപ കുറയും ചെയ്യും. അപ്പോൾ എനിക്ക് 29,900 രൂപയ്ക്കാണ് സാധനം കിട്ടിയത്. 29,925 രൂപ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഞാൻ വെറുതെ പറഞ്ഞല്ല, അവിടെ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്. ഒന്ന് ബ്രൈറ്റ്നസ് ഈ സാധനത്തിൻ്റെ ഓട്ടോ ബ്രൈറ്റ്നസ് ഞാൻ ഓഫ് ചെയ്യട്ടെ കേട്ടോ. അഞ്ച് പോലെ ഞാൻ ചിലപ്പോൾ വെറുതെ പറയാമെന്ന് പറയും. ചിലപ്പോൾ കുറേ പേര് നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ഇതാ ലാസ്റ്റ് ഓർഡർ ഇൻസ്റ്റാമാർട്ട് 29,925 റുപ്പീസിനാണ് നമുക്ക് കിട്ടിയത്. 8GB 256GB മോഡൽ തന്നെ ഗ്രേ കളർ Nord 5. നിങ്ങൾക്ക് ഇപ്പോൾ ആമസോണിലൊക്കെ പോയി തപ്പിക്കഴിഞ്ഞാൽ 33,999 റുപ്പീസിന് കിട്ടുക. ആക്സിസ് ബാങ്കിനും ICICI കാർഡിനും 1,500 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിക്കാം. ഞാൻ ആക്ച്വലി ഇത് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. നത്തിങ് ഫോണുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതിന് മുമ്പ് നത്തിങ് ഫോൺ 3 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വാറണ്ടി ഇഷ്യൂസ് ഒന്നുമില്ല. ഞാൻ അവരുടെ ബ്രാൻഡിനെ കോൺടാക്ട് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഇൻസ്റ്റാമാർട്ട് അല്ല സെല്ല് ചെയ്യുന്നത്. അതായത് ബില്ലിൽ വരിക ഇവരുടെ സെല്ലറിൻ്റെ പേരാണ് വരിക. അതായത് ഒരു ഒഫീഷ്യൽ സെല്ലർ തന്നെയാണ്, അതായത് ഒരു ഓതറൈസ് സെല്ലർ തന്നെയാണ് ഇൻസ്റ്റാമാർട്ടിലും ഒരു വിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാറണ്ടി ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഉണ്ട് സീലിൻ്റെ പാക്കേജിങ് ആണ് കണ്ടോ. അവരിൽ നിന്ന് വന്നാൽ നിങ്ങൾക്ക് നോർമലി നമ്മൾ ആമസോണിനൊക്കെ വരുമ്പോൾ ചെക്ക് ചെയ്യുക, ഒറിജിനൽ അതേ സെയിം കണ്ടന്റ് ഒക്കെ ആണോ ചെക്ക് ചെയ്യുക, എന്നിട്ട് OTP കൊടുത്താൽ മതി. ഇൻസ്റ്റാമാർട്ടിൽ സെയിം സ്റ്റെപ്പൊക്കെ തന്നെയാണ് കേട്ടോ. ഓപ്പൺ ബോക്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പ്രോബ്ലം മാത്രമേ ഉള്ളൂ. സെയിം മോഡൽ തന്നെ സെയിം നമ്മൾ പറഞ്ഞ സ്പെസിഫിക്കേഷൻ തന്നെയാണ് വന്നേക്കണെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് OTP കൊടുക്കട്ടെ. ശരിക്കും ഇവർക്കും 7 day റീപ്ലേസ്മെൻറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് സീൽഡ് പാക്കേജിങ് തന്നെയാണ്, ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ Nord 5ൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുണ്ട്, 2-3 ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് 2026 അപ്പോൾ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ Nord 5ൻ്റെ റേഞ്ചിലേക്ക് നല്ലൊരു സ്മാർട്ട് ഫോൺ 30,000 റേഞ്ചിൽ വന്നിട്ടില്ല എന്നാണ് വേണമെങ്കിൽ പറയാം. എസ്പെഷ്യലി ഇവരുടെ ഡിസ്പ്ലേ പെർഫോമൻസ്, ക്യാമറയും വലിയ മോശമൊന്നുമില്ല. പറയുമ്പോൾ എനിക്ക് ടെലിഫോട്ടോ ലെൻസ് വരുന്നില്ല, അത് വേറെ കാര്യം, അത് നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ എന്നാലും മെയിൻ സെൻസർ അത്യാവശ്യം നല്ലതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇതേ സാധനം വെച്ച് നമ്മൾക്ക് 15R വന്നിട്ടില്ലേ, ആ സാധനം ഒരിക്കലും വാങ്ങിക്കരുത്. അത് വൻ നഷ്ടമാണ്. അതിനായിട്ടും ഭേദം Nord 5 എടുക്കായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്യാമറ പേപ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ സ്ലൈറ്റ് ആയിട്ട് ഡിഫറൻസ് ഉള്ള, ഓൾമോസ്റ്റ് സിമിലറും ആണ്. ബാക്കി സ്പെക്സും ഡിസ്പ്ലേ ഒക്കെ സെയിം ആണ്. ഇതിനായിട്ടും 6500 mAh ഇതിൽ വരുന്നുണ്ടെങ്കിലും മറ്റേ 7000 വരും. അത്ര ചെറിയ ഡിഫറൻസ് ബാറ്ററി ഉണ്ട്. അല്ലാണ്ട് വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതിനാണെങ്കിൽ 47-48 രൂപയാണ്. ഭയങ്കര നഷ്ടമാണ്. അടുത്ത് നിങ്ങൾ 13R എടുക്കായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ക്വിക്ക് അൺബോക്സിങ് ചെയ്യാം. അതുപോലെ തന്നെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇപ്പോൾ എന്തായാലും ഇതിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടാണ് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യലിസ്റ്റാണ്. നമ്മുടെ ടെക്നിലും ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആളെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ ആ കോട്ടിങ് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു സീലും ഉണ്ട്, അതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. കണ്ടോ, ഇത് ഫുൾ ബോക്സ് ഓഫ് ഇവിടെ ഉണ്ട് പറയാനുള്ളൂ. അതിനെ ഉള്ളൂ. ഇതാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്യണേ. ഇതാ
ഇതിലുള്ളത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ അറിയാനായിരിക്കും. പിന്നെ ഇപ്പോൾ OnePlusന്റെ കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. OnePlus ഇപ്പോൾ ആക്ച്വലി ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ഫോണിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ക്യാമറ നോക്കിയിട്ട് ആരും ഇനി OnePlus ഫോൺ എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. നമ്മുടെ IQ പോലെ ആക്കാനുള്ള പരിപാടിയാണ് ഒപ്പോ OnePlusനെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരെ ലേറ്റസ്റ്റ് ഫോണിലോ OnePlus 15 ഒരു ഹാസൽ ബ്ലാൻഡിന്റെ ഇത് എടുത്ത് കളഞ്ഞു. പക്ഷേ ഒപ്പോയിൽ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള X9 Pro X9 സീരീസിലുള്ള ഫോണുകൾക്ക് ഹാസൽ ബ്ലാൻഡ് ഉണ്ട്. അതൊക്കെ അതിൻ്റെ കുറച്ച് സിമ്പിൾസ്. പിന്നെ OnePlusന്റെ ഗ്ലോബലി ഭയങ്കരമായിട്ട് സെല്ലിങ് കുറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറ പെർഫോമൻസിനാണെങ്കിൽ നിങ്ങൾക്ക് OnePlus 15 എടുക്കണ്ട കേട്ടോ. ആ പ്രൈസിന് നല്ല ക്യാമറ പെർഫോമൻസ് തന്നെ വേറെ ഫോണുകൾ നിങ്ങൾക്ക് വേറെ കിട്ടും. X9 ഒക്കെ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ബെറ്ററാണ് കേട്ടോ. ഒപ്പോൻ്റെ X9 ഒക്കെ ഈ ഒരു ബോക്സ് ഉണ്ട്, ഇതിൽ കേസും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഫോൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ ചാർജറും പിന്നും സംഭവങ്ങളൊക്കെ എൻ്റെ ഓൾറെഡി എൻ്റെ OnePlusന്റെ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത് എടുക്കുന്നില്ല. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഞാൻ അതിൽ തന്നെ വെച്ചോട്ടാ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു എന്താ പറയുക ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. 10 മിനിറ്റ് തന്നെ സംഭവം എടുത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് എന്താ പറയുക ഫോൺ പുതിയതൊക്കെ തന്നെയാണ് നമ്മൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോണിന് കംപ്ലൈൻറ്റോ സംഭവങ്ങളൊന്നും ഇല്ല. ഇതാണ്ടോ അപ്പോൾ നമുക്ക് ഇനി വേണമെങ്കിൽ ഓണായിട്ടും കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ ഫുൾ സെറ്റപ്പും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾ 30,000 ഫോൺ ഓണായിട്ടുണ്ട്. 30,000 റേഞ്ചിൽ നിങ്ങൾക്ക് വേറെ ഫോൺ തപ്പാണെങ്കിൽ കുറച്ച് പാടുണ്ട്. പിന്നെ Moto Edge 70 ഇപ്പോൾ അത്യാവശ്യം നല്ലതാണ്. അത് അത്യാവശ്യം ഓൾറൗണ്ടറാണ്. പക്ഷേ ഇപ്പോൾ വില കൂടി. ഞാൻ വാങ്ങിച്ചപ്പോൾ 28,900 വിത്ത് കാർഡ് ഓഫർ 30,000 ശരിക്കായിരുന്നു. ഇപ്പോൾ പക്ഷേ 33 രൂപയായി. അപ്പോൾ അത് ഇൻട്രോഡക്ടറി പ്രൈസ് ആയിരുന്നു. ഇപ്പോൾ പ്രൈസ് കൂടി. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയാൽ കാണാം. അപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ അവിടെ ഇൻസ്റ്റാമാർട്ടിൽ ഇത് ഫോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കി വെക്കുക. അതാ സംഭവം ഓണായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് നമ്മൾ എന്തായാലും വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളതായിരിക്കും. നോഡിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഡിസ്പ്ലേ ഒക്കെ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ ഒരു നോഡ് സീരീസിൻ്റെ ഫോണെന്ന് പറയില്ല, അങ്ങനത്തെ ഡിസ്പ്ലേ ഉണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ 15R ഇതും സെയിം ഡിറ്റോ ഡിസ്പ്ലേ ആണ് സംഭവം കൊടുത്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. അടുത്ത വീഡിയോ കാണാം.